ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഒരു സാരി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് സാരി എന്ന് പറയുന്നത്. എൻ്റെ സ്വന്തം എന്ന് പറയാനായിട്ടുള്ള ആദ്യത്തെ ഒരു സാരി എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ, എൻ്റെ വെഡ്ഡിങ് സാരിയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു സാരി. നമ്മൾ പോത്തീസിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു ഡിസൈൻ വരുന്നത് താഴെ അതേ ഇതുപോലത്തെ ഈ ഒരു ഡിസൈനും പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ഈ ഒരു ഡിസൈനുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സാരി. അതിന് മുമ്പൊക്കെ അമ്മയുടെ സാരിയൊക്കെ നമ്മളിങ്ങനെ ഓണം സെലിബ്രേഷന് വേണ്ടി കോളേജിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ഫസ്റ്റ് സാരി എന്ന് പറയുന്നത്. പിന്നെ ഇത് ഈ ഒരു വിസ്കോസിൻ്റെ സാരിയാണ്. ഇത് വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് ഒരു കോപ്പർ ഗോൾഡ് ആ ഒരു ബോർഡർ വരുന്ന ആ ഒരു സാരിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ്. പിന്നെ ഇതേ ഒരു ത്രെഡിൻ്റെ ടേസൽസും കൂടിയിട്ട് ആ ഒരു പല്ലൂല് ഉണ്ട് കേട്ടോ ഈ ഒരു സാരിയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സാരി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി എന്തെങ്കിലും ഉടുക്കാതെ ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സാരിയാണ് കേട്ടോ. നല്ല കളറാണ്. അപ്പോൾ അടുത്തത് വന്നിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കോട്ടൺ സാരിയാണ്. ഇതിൻ്റെ ഞാൻ ഒരു ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ മെറൂണും ബ്ലാക്ക് ആൻഡ് മെറൂണൊക്കെ വരുന്ന കളേഴ്സുണ്ട്. ഇതും ഞാൻ ഓൺലൈൻ വഴിയാണ് മേടിച്ചിട്ടുള്ളത്. നല്ല പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ത്രെഡിൻ്റെ ലൈൻസാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പം എല്ലായിടത്തും എല്ലാ ഓൺലൈൻ ഇതിലും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് ഇങ്ങനെ ബോഡി ഫുള്ളും ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല്ലൂൽ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഗോൾഡൻ ലൈൻസാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു സാരി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായ സാരിയാണ്. ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഉടുക്കണം. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ നിങ്ങൾക്ക്? അപ്പോൾ ഈ ഒരു സാരി ഇങ്ങനെയാണ് വരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നൊരു സാരിയാണ്. ഇതിൽ ഇങ്ങനെ പീക്കോക്കിൻ്റെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളതും ഒരു ഓൺലൈൻ പേജിൽ നിന്നാണ് കേട്ടോ. തുമ്പീസ് കളക്ഷൻസ് ബൈ ആർച്ച ഷിജു എന്ന ആ ഒരു പേജിൽ നിന്നാണ് ഞാൻ ഈ ഒരു സാരി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സാരിയാണ്. കോട്ടൺ സാരിയാണ്, പ്യുവർ കോട്ടൺ ആണ്. അതിൽ വന്നിട്ട് ഇങ്ങനെ പീക്കോക്കിൻ്റെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പാർട്ട് മൊത്തം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പ്ലെയിൻ ബ്ലൗസായിരിക്കും മാച്ചായിട്ട് പോകുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഉടുക്കാതെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് പല്ലൂല് ഇങ്ങനെ ഗോൾഡൻ ലൈൻസും കൂടിയിട്ട് വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു സാരിയാണത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ഈ ഒരു സാരി. ഇതിൽ വന്നിട്ട് എന്നെടുത്തതാണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിൻ്റെ നമ്മൾ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് മറുവീട് അങ്ങനെ വരത്തില്ലേ, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇതിലും ഇങ്ങനെ ടാസൽസൊക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ വന്നിട്ട് പല്ലുവാണ്. ഈ ഒരു ഈ ഒരു ഡിസൈൻ വരുന്നത് പല്ലുവിലാണ്. പിന്നെ നമ്മുടെ ബോഡി പാർട്ടിൽ വന്നിട്ട് താഴത്തെ ആ ഒരു ഭാഗത്ത് മാത്രമേ ആ ഒരു ഡിസൈൻ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം പ്ലെയിനാണ്. അപ്പോൾ ഇതും ഞാൻ പോത്തീസിൽ നിന്നാണ് എടുത്തത്. എൻ്റെ കല്യാണ സാരിയും ഈ സാരിയെല്ലാം ഞാൻ പോത്തീസിൽ നിന്നാണ് എടുത്തത്. അടുത്തത് വരുന്നത് ഈ ഒരു പട്ടുസാരിയാണ്. ഇത് വന്നിട്ട് നല്ല ഒരു കളറാണ് കേട്ടോ. നല്ല ഒരു വയലറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ വരുന്നൊരു കളർ ഷെയ്ഡാണ്. അപ്പോൾ ഇത് ഞാൻ വന്നിട്ട് വെഡ്ലാൻഡിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു സാരിയാണ്. വെഡ്ലാൻഡിൽ നിന്ന് എടുത്ത നമ്മുടെ ആറ്റിങ്ങൽ വെഡ്ലാൻഡിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഒരു സാരി വന്നിരുന്നത്. ഇതിൻ്റെ പല്ലൂല് വന്നിട്ട് ഗ്രീനാണ്, ഫുൾ ഗ്രീനാണ് വരുന്നത്. ബോഡി പാർട്ടാണ് നമ്മുടെ വയലറ്റ് കളർ വരുന്നത്. അപ്പോൾ ഇതാണ് പല്ലു വന്നിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് വൺ ഓഫ് മൈ ഫേവറേറ്റ് സാരികളുടെ ഒന്നാണ് ഈ ഒരു സാരി വന്നിട്ട്. അപ്പോൾ ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു സാരിയാണ്. അടുത്തത് വന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ എടുത്തിട്ടുള്ള സാരിയാണ് കേട്ടോ. ഇതും ഞാൻ വന്നിട്ട് അന്ന് വെഡ്ലാൻഡിൽ നിന്നാണ് എടുത്തത്. നമ്മുടെ ആറ്റിങ്ങലിലുള്ള വെഡ്ലാൻഡിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഇതാണ് ആ ഒരു സാരി എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെതും പല്ലു വന്നിട്ട് ഗ്രീനാണ് കേട്ടോ. എൻ്റെ മിക്ക സാരികളിലും ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ. പല്ലു വന്നിട്ട് ഗ്രീനായിരിക്കും. അപ്പോൾ ബ്ലൗസുകളും ഇതിൻ്റെയൊക്കെ ഗ്രീൻ ആയിരിക്കും കേട്ടോ. ബ്ലൗസും ഇതിനും ഇപ്പം ഞാൻ കഴിഞ്ഞ എടുത്ത് കാണിച്ചതിനും ഒക്കെ ഗ്രീനാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു എൻഗേജ്മെൻറ്റിന് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, എൻ്റെ ബ്രദറിൻ്റെ എൻഗേജ്മെൻറ്റിന്. അപ്പോൾ ഇതാണ് ആ ഒരു പല്ലു വന്നിട്ട്. ഒരു പട്ടുസാരി തന്നെയാണിതും. പിന്നെ അടുത്തത് വന്നിട്ട് ബ്രദറിൻ്റെ കല്യാണ റിസപ്ഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എടുത്തിട്ടുള്ളതിന് നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. നമ്മുടെ ആല ബുട്ടീക്കില്ലേ, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ആല ബുട്ടീക്കിൽ നിന്നാണ് ഞാൻ ഇത് കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതുപോലെ സ്ലീവ്സ് ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത്. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ ഇങ്ങനെ ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യിപ്പിച്ചെടുത്തതാണ്.
ആലയിൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത ഒരു സാരിയാണിത്. അപ്പോൾ റിസപ്ഷൻ്റെ സാരി അതായിരുന്നു. പിന്നെ ഇതാണ് വെഡ്ഡിങ്ങിന് ഉടുത്തത്, അതായത് എൻ്റെ ബ്രദറിൻ്റെ വെഡ്ഡിങ്ങിന് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്ന സാരിയാണിത്. ഈ ഒരു സാരി വന്നിട്ട് ഞാൻ പോത്തീസിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പോത്തീസിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഒരു സാരിയാണിത്. ഇത് വന്നിട്ട് പല്ലു ഉണ്ട്, ഒരു ഗ്രീൻ കളർ തന്നെയാണ്, അതായത് നമ്മുടെ കുരുത്തോല പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഗ്രീനാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കളറ്. ഈ ഒരു 2 കളർ കോമ്പിനേഷനും നല്ലതായിരുന്നു കേട്ടോ. ഉടുത്ത് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഒരു ലുക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു സാരി. ഇത് വന്നിട്ട് കാഞ്ചീപുരം സാരി ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ഒരു കല്യാണത്തിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന സാരി വന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിരുന്ന ഒരു സാരിയാണ് ഈ ഒരു ബ്ലാക്ക് സാരി, അതായത് നമ്മുടെ മഞ്ജു വാര്യരുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇത് ഞാൻ ചെയ്തെടുത്ത ഒരു സാരിയാണ് കേട്ടോ. അപ്പോൾ അതിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല, ഈ ഒരു പ്ലെയിൻ ഇത് തന്നെയാണ് ഫുൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു നേരിയ സാരിയാണ് കേട്ടോ. ഇത് വന്നിട്ട് പീക്കോക്കിൻ്റെ ഒരു ഫെദർ വെച്ചിട്ടുള്ള, ഒറിജിനൽ ഫെദർ വെച്ചിട്ടുള്ളൊരു സാരി ആയിരുന്നു, ടിഷ്യൂവിൻ്റെ ആയിരുന്നു. ഇത് എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് എനിക്ക് അച്ഛൻ എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടല്ലേ ആ ഒരു പീക്കോക്കിൻ്റെ ഫെദറിൽ ചുറ്റിനും ഇങ്ങനെ നമ്മുടെ സ്റ്റോൺസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരി ആയിരുന്നു. ഇത് വന്നിട്ട് പല്ലുവാണ്, ബോഡി വന്നിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരിക. അപ്പോൾ ഇതൊരു ടിഷ്യൂ സാരി തന്നെയായിരുന്നു. അപ്പോൾ നേരിയതിൻ്റെ സാരി ആയിരുന്നു. അപ്പോൾ ഈ സാരി വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏത് സാരിയാണ് ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇത് വന്നിട്ട് ഒരു നോർമൽ നമ്മുടെ നേരിയ സാരി, സാധാ ഒരു ടൈപ്പ് നേരിയ സാരി, ഒരു മെറൂൺ ഇത് വരുന്ന, മെറൂൺ പല്ലുവിൻ്റെ ആ ഒരു ബോർഡറൊക്കെ വരുന്നതാണ്. ഇത് ഞാൻ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സാരി അമ്മയും ഉടുക്കാറുണ്ട്, അതാണ് ആ ഒരു ഇതായിട്ട് ഇങ്ങനെ പഴയതുപോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊത്തിരി ഉടുത്ത സാരിയാണ്. പിന്നെ ഈ ഒരു സാരി, ഇത് വന്നിട്ട് ടോക്കുവിൻ്റെ ചോറൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ് കേട്ടോ. ഒരു മ്യൂറൽ പെയിൻറ്റ് വരുന്ന പ്രിൻ്റഡ് സാരിയാണ് വരുന്നത്. ഇതും പല്ലുവാണ് വരുന്നത്. പല്ലുവിലാണ് ഈ ഒരു കൃഷ്ണനും രാധയുടെ ആ ഒരു ഇത് വരുന്നത്, ഡിസൈൻ വരുന്നത്. പിന്നെ നമ്മുടെ ബോഡി പാർട്ട് മൊത്തം ഓടക്കുഴലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു നേരിയ സാരി എന്ന് പറയുന്നത്. പിന്നെ വന്നിട്ട് ലാസ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഇതും ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ലാത്ത ഒരു സാരിയാണ്, പുതിയതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ പേജിൽ നിന്ന് എടുത്തതാണ്. നമ്മുടെ ആർച്ച ഷിജുവിൻ്റെ തുമ്പീസ് കളക്ഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു പേജിൽ നിന്ന് എടുത്തതാണ്. ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു നേരിയ സാരിയാണ്. അപ്പോൾ ഇതിനി എന്തെങ്കിലും അമ്പലത്തിൽ പോകുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഉടുക്കണം. അപ്പോൾ ഇതെത്രയാണ് എൻ്റെ സാരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റ.